2014 മുതൽ 2026 വരെ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഒരു സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പ്രധാന സംഘർഷ മേഖലകളിലെ അക്രമങ്ങൾ രാജ്യം ഗണ്യമായി തടഞ്ഞുവെന്നും അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ദിവസം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി പോലീസിന്റെ 79ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അമിത് ഷാ. 2014 മുമ്പ് 3 പ്രധാന വെല്ലുവിളികൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തിയിരുന്നുവെന്നും അമിത് ഷാ പറഞ്ഞു. കശ്മീർ വടക്കുകിഴക്കൻ മേഖല, ഏകദേശം 11 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങൾ എന്നിവയായിരുന്നു പ്രശ്നമായിരുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ അക്രമം 80% കുറയ്ക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചു. ഇവിടെ നിന്നും അക്രമം പൂർണ്ണമായും ഇല്ലാതാവുന്ന ദിവസം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെഡലുകൾ വിതരണം ചെയ്യുകയും പൊതുജന സുരക്ഷയുടെ കാര്യത്തിലുള്ള സേനയുടെ സമർപ്പണത്തിനെയും പങ്കിനെയും അമിത് ഷാ അഭിനന്ദിക്കുകയും ചെയ്തു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അമിത് ഷാ നിർവഹിച്ചു. 368 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ പുതുതായി നിർമ്മിച്ച ആസ്ഥാനവും ഉദ്ഘാടനം ചെയ്തു. സേഫ് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടവും ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 857 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആധുനിക ഇന്റർഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സെന്റർ ഡൽഹിയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സേഫ് സിറ്റി പദ്ധതി വരും ദിവസങ്ങളിൽ ഡൽഹിയുടെ സുരക്ഷ മെച്ചപ്പെടുത്തുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.